നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മൾ മുട്ട വെച്ചൊരു എക്സ്പെരിമെൻ്റ് ആണ്. കഴിഞ്ഞ എക്സ്പെരിമെൻറ്റിൽ നമുക്ക് മുട്ടയ്ക്ക് യാതൊരു വ്യത്യാസവും വന്നില്ല. ഇന്ന് നമ്മൾ മുട്ട ഒന്ന് പുഴുങ്ങിയെടുത്താലോ എന്ന് വിചാരിക്കുന്നു. എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ച് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ബോയിലിംഗ് പോയിന്റിലെത്തിയാലേ പുഴുങ്ങാൻ പറ്റൂ. അപ്പം ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ ഒരു സംഭവം, നമ്മുടെ സ്പിരിറ്റ് എന്ന് പറയുന്ന സംഭവം, മെത്തനോൾ, ലാബിന് വേണ്ടി മേടിച്ച സാധനമാണ്. അപ്പം മെത്തനോൾ 60 ഡിഗ്രിയിലൊക്കെ 60 ഡിഗ്രിയിലൊക്കെ ബോയിൽ ചെയ്യും. അപ്പോൾ ഇവിടെ ഏകദേശം 50-അടുത്ത് ഡിഗ്രി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുട്ട പുഴുങ്ങി കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്. ഈ മെത്തനോള് സ്പിരിറ്റ് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് ബോയിൽ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. സ്പിരിറ്റ് ഒഴിച്ച് വെയിലത്ത് വെച്ചിട്ട് മുട്ട പുഴുങ്ങിയെടുക്കാമോ എന്ന് നോക്കാം. ഇതല്ലാതെ സ്പിരിറ്റ് വെച്ച് വേറെ മുട്ടയിൽ ചില എക്സ്പെരിമെൻ്റൊക്കെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അവസാനം ചെയ്യാം. ഇത് സക്സസ് ആവുമെന്ന് നോക്കട്ടെ. സക്സസ് ആവുമെങ്കിൽ അവസാനം മറ്റ് എല്ലാവരും ചെയ്യുന്ന ആ എക്സ്പെരിമെൻ്റ് ഞാൻ ചെയ്യാം. ഇപ്പം നമുക്ക് ഇതിനകത്തേക്ക് മെത്തനോൾ ഒഴിച്ചിട്ട് നമുക്ക് വെയിലത്ത് വെക്കാം. വെയിലത്ത് ഏകദേശം ഒരു 50 ഡിഗ്രി അടുത്തൊക്കെ ചൂട് വരും. 60 ഡിഗ്രി അതിൻ്റെ ബോയിലിംഗ് പോയിന്റ്. എന്നാലും നമ്മൾ 3 മണിക്കൂർ വെച്ചേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും. നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം മെത്തനോൾ. എന്ത് പറ്റുമെന്ന് നോക്കാം. കുറച്ച് മെത്തനോൾ ഒഴിക്കാം. ഇനി നമുക്കിത് അടച്ചു വെക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്തു പോകും. ഇത് നമുക്ക് വെയിലത്ത് കൊണ്ടുവെക്കാം. എന്ത് പറ്റുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും സംഭവം വെയിലത്ത് വെച്ചിരിക്കുകയാണ്. എന്ത് സംഭവിക്കാമെന്നറിയാം. ഗ്ലാസ് പൊട്ടുമോ ഒന്നും എനിക്കറിയില്ല. പ്രസൻ്റ്ലി 44 ഡിഗ്രിയാണ്. 2 മണിക്കൂറോടെ വെച്ചേക്കട്ടെ. ഇടയ്ക്ക് വന്ന് നോക്കാം എന്തെങ്കിലും പറ്റുന്നുണ്ടോ എന്ന്. എൻ്റെ മൂടിയൊക്കെ എവിടെയോ പറന്നുപോയി. എന്തായാലും ഞാൻ ഇങ്ങനെയാണ് വെച്ചേക്കുവാണ്. അത് ഇവാപ്പറേറ്റൊന്നും ആവുന്നില്ല. എന്തായാലും 4 മണി വരെ ഇങ്ങനെ ഇരിക്കട്ടെ. 2-3 മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. ഇത് ചേഞ്ച് ഉണ്ടാവും നമുക്ക് നോക്കാം. ചൂടൊന്നും ആയിട്ടില്ല. എന്തായാലും നോക്കാം. അങ്ങനെ നമ്മൾ 3 മണിക്കൂറിന് ശേഷം ഇത് നോക്കുമ്പോൾ ഇതിനകത്തുള്ള സകല മെത്തനോളും പോയി കഴിഞ്ഞിരിക്കുന്നു. 3 മണിക്കൂറിന് ശേഷമുള്ള സംഭവമാണ്. മെത്തനോളെല്ലാം പോയി. മുട്ടയ്ക്ക് എന്താ സംഭവിച്ചെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മെത്തനോളിനകത്ത് നിന്ന് എടുത്ത മുട്ടയാണ്. മെത്തനോൾ ഇതിനകത്ത് ഇനിയും വളരെ കുറച്ചേ ഉള്ളൂ. ബാക്കി ഫുള്ള് ഡ്രൈ ആയി കഴിഞ്ഞു. നമുക്ക് ഈ മുട്ടയൊന്ന് പൊട്ടിക്കാം. ഇതിനകത്തേക്ക് പൊട്ടിച്ചിട്ട് ഒഴിച്ചു നോക്കാം. മുട്ട പൊട്ടിച്ചപ്പോൾ തന്നെ അതിനകത്ത് വെള്ളമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ മുട്ട പുഴുങ്ങിയിട്ടൊന്നുമില്ല. ഈ ടെമ്പറേച്ചറിൽ 50 ഡിഗ്രി ടെമ്പറേച്ചർ വെച്ചിട്ട് പുഴുങ്ങിയൊന്നുമില്ല. ഇതൊക്കെ ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഞാനിപ്പം എക്സ്പെരിമെൻറ്റുകൾ ഇതൊന്നും ആരും ചെയ്തിട്ടില്ല. അപ്പോൾ പരാജയപ്പെട്ടത് കണ്ടിട്ട് ഓരോരുത്തർ ഡിസ്ലൈക്ക് ഒക്കെ ചെയ്യുന്ന കാണാം. ഇതൊക്കെ എക്സ്പെരിമെൻ്റ് ആണ്. പറ്റുമോ എന്നുള്ള ഒന്ന് ട്രൈ ചെയ്യാണ്. ഞാൻ മുട്ട ഇതിനകത്ത് പൊട്ടിച്ചിട്ട് ഒഴിച്ചിരിക്കുകയാണ്. നമുക്ക് കാണാം ഈ മുട്ടയ്ക്കുള്ളിൽ മെത്തനോൾ കടന്നിട്ടുണ്ട്. മെത്തനോളിൻ്റെ ഒരു ഫ്രാക്ഷനാണ് ഇവിടെ നിൽക്കുന്നത്. ആദ്യം നിൽക്കുന്നത് ഈ നിൽക്കുന്നത് മെത്തനോളിൻ്റെ ഫ്രാക്ഷനാണ്. ഇത് കൊയാഗുലേറ്റ് ആയതാണെന്ന് തോന്നുന്നു എഗ്ഗ്. എന്തായാലും ഇങ്ങനെയാണ് ഇപ്പം നിൽക്കുന്നത്. ഒരു വെള്ള ഫ്രാക്ഷൻ ഉണ്ടായിരുന്നു. ഇത് മെത്തനോൾ തന്നെയാണ്. മുട്ടയ്ക്കുള്ളിൽ കിടന്ന മെത്തനോൾ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വലിയ ചേഞ്ചൊന്നും ഉണ്ടായിട്ടില്ല. ഇനി ഇതിനകത്തേക്ക് സാധാരണ എല്ലാവരും ചെയ്യുന്നൊരു എക്സ്പെരിമെൻ്റ് ചെയ്യുകയാണ്. ഇതിനകത്തേക്ക് നമുക്ക് മെത്തനോൾ ഒഴിച്ച് നോക്കാം. അപ്പോൾ അത് ഇതിൻ്റെ എഫക്റ്റ് എന്താണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇതിനകത്തേക്ക് മെത്തനോൾ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്താൽ മുട്ട പൊരിക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ എഫക്റ്റ് കണ്ണ് കിട്ടുമെന്നാണ് പറയുന്നത്. എന്തായാലും നമ്മളൊന്ന് ഒഴിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം. കുറച്ച് കൂടെ ഒഴിക്കാം. മെത്തനോള് ഇതിനകത്തേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ മുട്ട പൊരിക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ രീതിയിലുള്ള കൊയാഗുലേഷൻ നടക്കുമെന്നാണ് പറയുന്നത്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കാണാം നമുക്ക് മാറ്റങ്ങൾ. അവിടെ മഞ്ഞക്കരു തന്നെ മാറി, വെള്ളക്കരു എല്ലാം കൊയാഗുലേറ്റ് ആയി കഴിഞ്ഞു.
ഇതൊന്നും തിന്നാൻ കൊള്ളത്തില്ല. ഇത് മെത്തനോൾ എന്ന് പറയുന്ന സാധനം വുഡ് ആൽക്കഹോളാണ്. ഇത് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണൊക്കെ അടിച്ചു പോകും. തിന്നാൻ കൊള്ളത്തില്ല. പക്ഷേ എത്തനോൾ വെച്ചിട്ട്, എത്തനോൾ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, നമ്മൾ കുടിക്കുന്ന ആൽക്കഹോൾ, എത്തനോളിനെ വെച്ചിട്ട് ഇതേ സംഭവം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാൻ പറ്റും. കാണാം ആ കാര്യമൊക്കെ നമ്മൾ വെന്തിരിക്കുന്ന പോലെ ആയെന്ന് തോന്നുന്നു. ചേഞ്ചസ് നമുക്ക് കാണാം, നന്നായിട്ട് ആ ചേഞ്ചസ് നമുക്ക് കാണാം. ഒരു ടൈം ലാപ്സ് പോലെ കാണാം. മുട്ട പൊരിക്കുന്ന സംഭവം നടന്നുകൊണ്ടിരിക്കുക അതിനകത്ത്. കാണാം, കുറച്ച് സമയം ശേഷമുള്ളതാണ്. അന്നെടുത്ത് കാണിക്കാം. നോക്കി, നമ്മൾ മുട്ട പൊരിച്ച് എടുക്കുന്ന മുട്ട പൊരിച്ചതുപോലെ തന്നെ നോക്കി കാണാം. മുട്ട പൊരിച്ചതുപോലെ ആയി വരുന്നുണ്ട്. ഈ കരുവൊന്ന് പൊട്ടിച്ചാലോ? പൊട്ടുമെന്നറിയില്ല. കരുവിൻ്റെ മുകളിലൊരു വെള്ള കളറിലൊരു പാട അങ്ങ് ഫോം ചെയ്തേക്കാണ്. പൊട്ടുന്നൊന്നുമില്ല കരു. കരു പൊട്ടി. കരുവിന് നല്ല ഒരു മാറ്റം, ഒരു കൊയാഗുലേഷൻ സംഭവിച്ചിരിക്കുകയാണ്. മുട്ട പൊരിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് ആൽക്കഹോളും മുട്ടയും കൂടെ ചേരുമ്പോഴുണ്ടാകുന്ന മാറ്റം. മുട്ട പൊരിക്കുമ്പോഴുണ്ടാകുന്ന അതേ തരം ഡീനേച്ചറേഷനാണ് ഇവിടെ ഉണ്ടാകുന്നതെന്ന് പറയപ്പെടുന്നു, സയൻസ് പറയപ്പെടുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് മറക്കല്ലേ. താങ്ക് യു.